ഹമാസിനെതിരെ പരസ്യപ്രസ്താവന നടത്തി ഇസ്രായേലിന് ഐക്യദാർഢ്യമറിയിച്ച് മിസ് ഇറാഖ് സെറായ് ഇടാൻ രംഗത്ത്. ഹമാസ് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതായും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നതായും അവർ വ്യക്തമാക്കി. ഹമാസിനെ പ്രതിരോധിക്കുകയും അവർ പുറത്തുവിടുന്ന ക്രൂര വീഡിയോകളിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഇറാഖികളിൽ നിന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളിൽ നിന്നും തനിക്ക് ലഭിച്ച ഞെട്ടിക്കുന്ന പ്രതികരണങ്ങൾ സെറായ് ഇടാൻ പങ്കുവച്ചു. ബലാത്സംഗം ചെയ്യപ്പെട്ട ഇസ്രായേൽ സ്ത്രീകളുടെ അതേ ഗതി തന്നെ തനിക്കുമുണ്ടാകുമെന്ന ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചതായും സെറായ് ഇടാൻ വെളിപ്പെടുത്തി. ഇസ്രായേൽ ജനതയോടൊപ്പം ഹമാസ് തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പിന്തുണ അറിയിക്കുന്നതായും അവർ വ്യക്തമാക്കി. മധ്യേഷ്യയിലെ ഇസ്ലാമിക നേതാക്കൾ നാസി തലവന്മാരുമായി നടത്തിയ സൗഹൃദ കൂടിക്കാഴ്ചയുടെ ചിത്രത്തോടൊപ്പം പലസ്തീൻ അനുകൂല വാചകങ്ങൾ ഉരുവിടുന്നവരുടെ ചിത്രവും ചേർത്തുവെച്ചുകൊണ്ട് മിസ് ഇറാഖ് കുറിച്ച വാക്കുകളും വൈറലാവുകയാണ്. ഹമാസ് ആക്രമണത്തോട് പ്രതികരിച്ചതിന് യഹൂദരാഷ്ട്രത്തെ അപലപിക്കാൻ പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകൾ ലോകമെമ്പാടും ഒത്തുകൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാകും എന്നായിരുന്നു ചിത്രത്തിന് സെറായ് ഇടാൻ നൽകിയ അടിക്കുറിപ്പ്. മറ്റൊരു പോസ്റ്റിൽ ഹമാസിന്റെ ആക്രമണങ്ങളും ഇസ്രായേലിന്റെ പ്രതികരണവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ഇടാൻ വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? ഹമാസിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഇസ്രായേലിയർ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും കുട്ടികളും സ്ത്രീകളും ബന്ദികളാക്കപ്പെടുകയും ചെയ്ത ക്രൂരകൃത്യങ്ങൾ അരങ്ങേറി. എന്നാൽ ഹമാസിനെ ആക്രമിക്കുന്നതിന് മുൻപ് നെതന്യാഹു ഗാസ നിവാസികളോട് പുറത്തുപോയി രക്ഷപ്പെടാൻ മുന്നറിയിപ്പ് നൽകി. ഇതാണ് ഹമാസ് ആക്രമണങ്ങളും ഇസ്രായേൽ പ്രത്യാക്രമണവും തമ്മിലുള്ള വ്യത്യാസം. ഹമാസ് വിരുദ്ധ നിലപാടിനെ പ്രതി സ്വജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഭീഷണികൾ നേരിടുന്ന അവസ്ഥ ഭീതിജനകവും ഖേദകരവുമാണെന്നും മിസ് ഇറാഖ് വെളിപ്പെടുത്തി.